സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ ഈശോയുടെ ഉയർപ്പിന് ശേഷം ഭയന്ന് ഒരു മുറിയിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ശിഷ്യന്മാരെ നാം കാണുന്നുണ്ട്. അങ്ങനെ അവർ ഭയപ്പെട്ട് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഈശോ അവരുടെ മധ്യത്തിലേക്ക് കടന്നു വരികയാണ്. അവരെ ധൈര്യപ്പെടുത്തിക്കൊണ്ട് ഈശോ അവരോട് പറയുന്ന കാര്യമാണ്, നിങ്ങൾക്ക് സമാധാനം. എല്ലാ ശിഷ്യന്മാരും ഭയപ്പെട്ടിരിക്കുകയായിരുന്നു. കാരണം അവർ ഈശോയിൽ പ്രതീക്ഷിച്ചത് ഒരു രാജാവിനെയാണ്. പക്ഷേ രാജാവ് കാണിക്കുന്ന മാതിരിയുള്ള കാര്യങ്ങളൊന്നും ഈശോ കാണിക്കുന്നത് അവർ കണ്ടില്ല. അതിനു മുൻപുള്ള ആഴ്ചയിൽ അവിടുത്തെ പീഡാനുഭവത്തിൻ്റെ സമയത്ത് എല്ലാം ഏറ്റെടുക്കുന്ന ഒരു മനുഷ്യനെയാണ് ശിഷ്യന്മാർ ഈശോയിൽ കണ്ടത്. അപ്പോൾ അവരുടെ ചിന്താഗതികളൊക്കെ മാറി. ഇവൻ മുഖേന ഇനി നമ്മൾ രക്ഷപ്പെടുമോ എന്നുള്ളൊരു ചിന്ത പോലും ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് കടന്നു വന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് അവർ ഭയപ്പെട്ടെ. കാരണം അവരുടെ ആശ്രയം നഷ്ടപ്പെട്ടൊരവസ്ഥയായിരുന്നു. ഇന്ന് ഈ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമ്മളും പല കാര്യങ്ങളിലും ഭയപ്പെടുന്നുണ്ട്. കാരണം ആശ്രയം നഷ്ടപ്പെട്ടു പോകുന്നു. മക്കളെ പ്രതി ഭയപ്പെടുന്ന മാതാപിതാക്കളുണ്ട്, മാതാപിതാക്കളെ പ്രതി ഭയപ്പെടുന്ന മക്കളുണ്ട്, ഭരണാധികാരികളെ പ്രതി ഭയപ്പെടുന്ന ഒരു ജനതയുണ്ട്. അങ്ങനെ ഭയത്തിൻ്റെ ഒരു മേഖലയിലൂടെയാണ് ഇന്ന് നാം കടന്നു പോകുന്നത്. നമ്മുടെ കുടുംബങ്ങളിലേക്കൊക്കെ ഒന്നെടുത്ത് ചിന്തിച്ചാൽ മതി നമ്മുടെ ഭയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈശോ അവരുടെ മുൻപിലേക്ക് വരുന്നത്. വീണ്ടും അവരുടെ മുമ്പിലേക്ക് ഈശോ വരികയാണ്. ഈശോ പഠിപ്പിക്കുന്ന ഒന്നാമത്തെ പാഠം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല എന്നുള്ളതാണ്. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. ഇത് ഈശോയുടെ വാഗ്ദാനമാണ് പ്രിയപ്പെട്ടവരെ. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. വന്നു കഴിഞ്ഞതിന് ശേഷം ഈശോ അവരോട് പറയുന്നത് ഇപ്രകാരമാണ്, നിങ്ങൾക്ക് സമാധാനം. ഭയപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് സമാധാനമാണ് ഏറ്റവും ആവശ്യം. അവൻ്റെ മൈൻഡും ബോഡിലി ഫിഗറുകളെല്ലാം ഭയത്തിൻ്റേതാണ്. അവിടെ സമാധാനമായിട്ട് വരുന്ന ഒരു ഈശോയാണ് നമ്മൾ കാണുന്നത്. ഇന്ന് ഈശോ നമ്മുടെ ജീവിതത്തിൽ സമാധാനമാണ് എന്നുള്ള ചിന്തയാണ് ആദ്യം നാം മനസ്സിലാക്കേണ്ടത്. ഇനി നാം ചിന്തിക്കേണ്ടത്, നിങ്ങൾക്ക് സമാധാനം എന്ന് പറയുന്ന ഈശോയുടെ സമാധാനത്തിൻ്റെ പ്രത്യേകതകളെയാണ്. ഈശോയുടെ സമാധാനത്തിന് കുറച്ച് പ്രത്യേകതകളുണ്ട് കേട്ടോ. അതുകൂടി നമ്മൾ മനസ്സിലാക്കിയാലാണ് ഈ സമാധാനത്തിൻ്റെ മൂല്യം നമ്മൾ മനസ്സിലാക്കുള്ളൂ. ഈശോയുടെ സമാധാനത്തിൻ്റെ പ്രത്യേകതകൾ എന്താ? ഒന്നാമതായിട്ട് അത് ദൈവീകമാണ്. ദൈവീകമായിട്ടുള്ളൊരു സമാധാനമാണ്. മനുഷ്യൻ തരുന്നൊരു സമാധാനമല്ല ഈശോ നമുക്ക് നൽകുന്നത്. നേരെമറിച്ച് ദൈവം നൽകുന്നൊരു സമാധാനമാണ്. ദൈവം നൽകുന്ന സമാധാനമാണെങ്കിൽ നമുക്കതിനെ ആശ്രയിക്കാം. കാരണം പെറ്റമ്മ നിന്നെ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്നുള്ളതാണ് ഈ സമാധാനത്തിൻ്റെ അർത്ഥം. നിന്റെ പാപം കടും ചുമപ്പാണെങ്കിലും മഞ്ഞുപോലെ വെണ്മയുള്ളതാക്കാൻ കഴിവുള്ളവനാണ് നിന്റെ ദൈവം എന്ന് പറയുന്നതാണ് ഈ സമാധാനത്തിൻ്റെ അർത്ഥം. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നാം എന്തിനെക്കുറിച്ചിട്ടാണോ ആകുലപ്പെടുന്നത്, ആ ആകുലതയ്ക്കുള്ള സമാധാനം ഈശോയാണെന്ന് നാം മനസ്സിലാക്കണം. രണ്ടാമതായിട്ട് ഈശോയുടെ സമാധാനത്തിൻ്റെ പ്രത്യേകതയാണ് ഭയത്തെ മാറ്റുന്നതാണ്. ശിഷ്യന്മാർ പേടിച്ചിരിക്കുകയായിരുന്നു. പേടിച്ചിരിക്കുന്ന ശിഷ്യന്മാരുടെ അടുത്തേക്ക് ഈശോ വന്നിട്ട് പറയുകയാണ്, നിങ്ങൾക്ക് സമാധാനം. കാരണം അവരുടെ ഭയത്തിനുള്ള ഉത്തരമാണ് ഈശോ അവർക്ക് നൽകിയത്. അപ്പം ഭയം നമ്മളെയൊക്കെ കാർന്നു തിന്നുന്ന ഒരു സമൂഹത്തിലാണ് നാം ജീവിക്കുന്നത്, അല്ലേ? ഒന്ന് ചിന്തിച്ച് നോക്കിയേ, എത്ര ഭയങ്ങളാണ് നമ്മളുടെ ജീവിതത്തിലുള്ളത്. എന്തോരം ഭയങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത്. മാതാപിതാക്കളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മക്കളെ കുറിച്ചിട്ടുള്ള ഭയമുണ്ട്. അല്ലെങ്കിൽ ഈ ലോകത്തിൽ എന്ത് സംഭവിക്കുമെന്നുള്ള ഭയമുണ്ട്. സാമ്പത്തിക ഭദ്രതയില്ലാത്തപ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള ഭയമുണ്ട്. രോഗങ്ങൾ, അതിനെക്കുറിച്ചിട്ടുള്ള ഭയമുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഭയപ്പെടുന്ന അവസ്ഥയിൽ ഈ ഭയത്തിനുള്ള ഉത്തരം ഈശോയുടെ സമാധാനമാണ് എന്ന് സുവിശേഷം പഠിപ്പിക്കുകയാണ്. മൂന്നാമതായിട്ട് ഈശോയുടെ സമാധാനത്തിൻ്റെ പ്രത്യേകതയാണ് ഇത് ശാശ്വതമാണ്. ഇത് ശാശ്വതമാണ്. കർത്താവ് നമ്മളോട് ചെയ്ത വാഗ്ദാനമാണ്.
നാം ചേർന്ന് നിന്നാലും ഇല്ലെങ്കിലും ഈശോയുടെ സമാധാനം നമ്മുടെ കൂടെയുണ്ട് കേട്ടോ. നാം ഈശോയുടെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ഈശോയുടെ സമാധാനം നമ്മുടെ കൂടെയുണ്ട്. ഇതാണ് ശാശ്വതം എന്ന് പറയുന്നത്. ഞാനല്ല ഇതിൻ്റെ ഒബ്ജക്റ്റ് അല്ലെങ്കിൽ സബ്ജക്റ്റ്, ഈശോയാണ്. ഈശോ നമ്മളോട് വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ഈശോ നമ്മുടെ ജീവിതാവസാനം വരെ കൂടെയുണ്ടാകും സമാധാനമായിട്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ഒരു ചെറിയ ചിന്ത നമ്മുടെ മനസ്സിൽ ഇന്നുണ്ടാകണം. ഈശോയുടെ ഉയർപ്പിന് ശേഷമുള്ള ആദ്യ ഞായറാഴ്ചയാണ്. ഈശോ നമുക്ക് നൽകുന്ന പ്രത്യാശ, അതിനുശേഷം ഈശോ നമുക്ക് നൽകുന്നത് സമാധാനമാണ്. ഉയർപ്പ് തിരുനാൾ പ്രത്യാശയുടെ തിരുനാളാണെങ്കിൽ അത് കഴിഞ്ഞ് വരുന്ന ഞായറാഴ്ച ഈശോ നമുക്ക് നൽകുന്നത് സമാധാനമാണ്. സമാധാനത്തിൽ ജീവിക്കാം. തീർച്ചയായിട്ടും എന്നെ ശ്രവിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാൻ മനസ്സിലാക്കുന്നു നമ്മൾ ഓരോരുത്തരും പല രീതിയിലും ഭയത്തിലൂടെ കടന്നു പോകുന്നവരാണ്, സമാധാനമില്ലാതെ കടന്നു പോകുന്നവരാണ്, അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുന്നവരാണ്. ഒന്നേ ഈശോയ്ക്ക് നമ്മളോട് പറയുവാനുള്ളൂ, ഞാനാണ് യഥാർത്ഥ സമാധാനം. എന്നിൽ പ്രത്യാശ വയ്ക്കുക. അങ്ങനെ ഈ ഉയർപ്പ് തിരുനാൾ, ഈ ഉയർപ്പിൻ്റെ ഈ തിരുനാൾ മഹോത്സവം ഏറ്റവും ഭംഗിയായി പൂർത്തിയാക്കുവാൻ, ഈശോയോട് ചേർന്നിരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.